എനിക്ക് റബ്ബ് മക്കളെ തരുന്നില്ലല്ലോ. കല്യാണം കഴിഞ്ഞ് കൊല്ലങ്ങളായല്ലോ, കഴിക്കാത്ത മരുന്നുകളില്ലല്ലോ, പോകാത്ത ഹോസ്പിറ്റലുകളില്ലല്ലോ. പടച്ചവനെ എല്ലാ സ്ഥലങ്ങളിലും ഞാൻ പോയല്ലോ, എനിക്ക് റബ്ബ് മക്കളെ തന്നില്ലല്ലോ. പടച്ചവനെ നിരാശയാടോ. ഈ സമുദായം നേരിടുന്ന ഏറ്റവും വലിയ ഭവിഷ്യത്ത് നിരാശയാ. വിശ്വാസമില്ലടോ, പ്രതീക്ഷയില്ലടോ. എന്റെ പ്രിയപ്പെട്ടവരെ, പ്രതീക്ഷ കൈവിടുകയാണ്. അത് വൻപാവമാ സഹോദരാ. നിനക്ക് സമ്പത്ത് തരാൻ, നിനക്ക് മക്കളെ തരാൻ, നിന്റെ രോഗം മാറ്റാൻ, നിനക്ക് വീട് തരാൻ, നിനക്ക് ജോലി തരാൻ പടച്ച റബ്ബിന് കഴിവില്ലെന്ന് പറയല്ലേ വാപ്പാ, പറയല്ലേ ചെറുപ്പക്കാരാ. എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്. ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു, ഉസ്താദേ കല്യാണം കഴിഞ്ഞ് 9 കൊല്ലമായി. ഉസ്താദേ കല്യാണം കഴിഞ്ഞ് 9 കൊല്ലമായി, മക്കളില്ല, ദുആ ചെയ്യണേ. മക്കളില്ലാത്ത സഹോദരാ, എന്തേ മോനെ ദുആ ചെയ്യാത്തത്? അല്ല പറഞ്ഞത് ചോദിച്ചാ തരുമെന്നല്ലേ? അല്ലാഹുവോട് ചോദിക്കേണ്ടത് പോലെ ചോദിച്ചാൽ തരുമെന്ന് പടച്ച റബ്ബ് പറഞ്ഞിട്ടില്ലേ ചെറുപ്പക്കാരാ? പിന്നെ എന്തേ മോനെ കിട്ടാത്തത്? ചോദിക്കേണ്ടത് പോലെ ചോദിക്കാഞ്ഞിട്ടല്ലേ, ചോദിക്കേണ്ടത് പോലെ ചോദിക്കാഞ്ഞിട്ടല്ലേ? അല്ല പറയുന്നു, എങ്ങനെയാണ് ചോദിക്കേണ്ടതെന്നറിയോ? രോഗികളായ വാപ്പമാരെ, കഷ്ടപ്പെടുന്ന പെങ്ങന്മാരെ, സങ്കടത്തോടെ നടക്കുന്ന ചെറുപ്പക്കാരാ, ചോദിക്കേണ്ടത് പോലെ ചോദിക്കടാ മോനെ. എങ്ങനെയാണ് ചോദിക്കേണ്ടതെന്നറിയോ? എന്റെ പ്രിയപ്പെട്ടവരെ, നിരാശ പാടില്ല, നിരാശ പാടില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരായും നാണുങ്ങൾ പറയുകയാണ്, ഉസ്താദേ എന്റെ കുഴപ്പമല്ല, എന്റെ ഭാര്യയുടെ കുഴപ്പം കൊണ്ടാണ് മക്കളുണ്ടാകാത്തത്. ഭാര്യ പറയുന്നു, എന്റെ കുഴപ്പമല്ല, ഇച്ചാടെ കുഴപ്പം കൊണ്ടാണ് മക്കളുണ്ടാകാത്തത്. പടച്ചവനെ, പ്രായമായത് കൊണ്ടാണ്, കൗണ്ടിങ് ഇല്ലാത്തത് കൊണ്ടാണ്, പലതും നമ്മൾ നിരത്തുന്ന കാരണമാണോ? എന്തിനാ സഹോദരാ പരസ്പരം കാരണങ്ങൾ നീട്ടുന്നത്? എന്തിനാ അങ്ങനെ പറയുന്നത്? ആരാ പറഞ്ഞത് പ്രായമായാലും മക്കളുണ്ടാകില്ല എന്ന്? ഈ സമുദായം നേരിടുന്ന ഏറ്റവും വലിയ ഭവിഷ്യത്ത് നിരാശയ, വിശ്വാസമില്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്തേ അള്ളാഹിക്ക് നിന്റെ രോഗം മാറ്റാൻ കഴിവില്ല എന്നാ നീ പറയണേ? നിനക്ക് മക്കളെ തരാൻ ഭർത്താവ് പറയുന്നു, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഓളുടെ കുഴപ്പമാ. ഓള് പറയുന്നു, എൻ്റെ കുഴപ്പമല്ല, ഭർത്താവിൻ്റെ കുഴപ്പമാ. ഇങ്ങനെ പ്രായമായി എന്താ 40 വയസ്സായ പ്രസവിക്കൂല്ലേ? 50 വയസ്സായ പ്രസവിക്കുക? ആരാ പറഞ്ഞ പ്രസവിക്കില്ല എന്ന്? എൻ്റെ പൊന്നാര സഹോദരങ്ങൾ, അള്ളാഹു ഉമ്മത്തിനെ കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു ഉമ്മത്തിനെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എടാ ചങ്ങായി, ഒരിക്കലെങ്കിൽ അള്ളാഹിനോടൊന്ന് ചോദിക്കുമോനെ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയും, ഞാൻ അള്ളാഹിനോട് എന്ത് ചോദിച്ചാലും എൻ്റെ റബ്ബ് ഇന്ന് വരെ തന്നിട്ടുണ്ട്, പിന്നെ എന്തിനാ ഞാൻ പിടിക്കണേ? ഞാൻ എൻ്റെ റബ്ബിനോട് എന്ത് ചോദിച്ചാലും ഇന്ന് വരെ വെറും കയ്യോടെ എൻ്റെ റബ്ബെന്നെ മടക്കിയിട്ടില്ല. അള്ളാഹു അത് നിലനിർത്തി തരുമാറാകട്ടെ, അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. നിനക്ക് തരാത്ത എന്താ ഉള്ളേ? നിങ്ങൾ സിറാജിൻ്റെ കാര്യം പെട്. നിങ്ങൾ ചോദിച്ചിട്ട് അല്ല തരാത്ത എന്താ ഉള്ളത്? എന്ത് ചോദിച്ചാലും അല്ല തരും. അള്ളാഹിനെ പോലെ കരുണയുള്ള ആരാ ലോകത്തുള്ളേ? എടാ, അള്ളാഹിനെ പോലെ തരാൻ കഴിവുള്ള വേറെ ആരാ ലോകത്തുള്ളേ? ചോദിക്കേണ്ടതുപോലെ ചോദിക്ക്. എങ്ങനെയാ ചോദിക്കേണ്ടതെന്നറിയോ? എങ്ങനെയാ ചോദിക്കേണ്ടതെന്നറിയോ? ബൈത്തുൽ മുഖദ്ദസ് എന്ന് പറയുന്ന ഒരു പള്ളിയുണ്ട്, ഫലസ്തീനിൽ സ്ഥിതി ചെയ്യുന്ന ബൈത്തുൽ മുഖദ്ദസ് എന്ന് പറയുന്ന പള്ളിയുടെ മിഹ്റാബിനകത്ത് മറിയം എന്ന് പറയുന്ന ഒരു പെൺകുട്ടി വളരുന്നുണ്ട്. മറിയം എന്ന് പറയുന്ന ഒരു ചെറിയ പെൺകുട്ടി വളരുന്നുണ്ട്. മേക്കസെറ്റുകാരാ മോനെ ഒന്ന് വെച്ചാടാ, തൊണ്ട പിടിപ്പിക്കല്ലേടാ, ഒന്നാമത് എല്ലാം അടഞ്ഞിരിക്കുക. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു ശബ്ദം നിലനിർത്തി തരുമാറാകട്ടെ. ഇങ്ങോട്ട് നോക്കിക്കേ, ആ പള്ളിയുടെ മിഹ്റാബിനകത്താണ് മറിയം എന്ന് പറയുന്ന പെൺകുട്ടി വളരുന്നത്. എങ്ങനെ പള്ളിക്കകത്ത് വന്നേ? ഈസാ നബിയുടെ ഉമ്മയാണ് മറിയം. ആ മറിയം ബീവിയുടെ ഉമ്മ അവിടെ നിന്ന് ഗർഭിണിയായിരുന്ന സമയത്ത് ആ മഹദി വിചാരിച്ചു ആൺകുട്ടിയാണെന്ന്. അതാണ്, ചിലർക്ക് ആൺകുട്ടി വേണം, ചിലർക്ക് പെൺകുട്ടി വേണം. എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്ന ഒരു ചെറുപ്പക്കാരൻ, ഞാൻ പേര് പറയണില്ല, ഓൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ഉസ്താദ് എൻ്റെ ഭാര്യ ഗർഭിണിയാ, എനിക്ക് പെൺകുട്ടി ഉണ്ടാകാൻ വേണ്ടി ദുആ ചെയ്യണേന്ന്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഓൻ്റെ ഭാര്യ ഗർഭിണിയാണ്, ആണാണെങ്കിലും പെണ്ണാണെങ്കിലും അള്ള തീരുമാനിച്ചും കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞാൻ ദുആ ചെയ്ത് മാറ്റാൻ പറ്റുമോ? ആണാണെങ്കിലും പെണ്ണാണെങ്കിലും അള്ള തരുന്നതല്ലേ. അള്ളാഹു ന്യൂനതകളൊന്നും ഇല്ലാത്ത സന്താനങ്ങൾ ആ സഹോദരനെ കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പം ആ മറിയം ബീവിയുടെ ഉമ്മ വിചാരിച്ചു ആൺകുട്ടിയാണെന്ന്. അതുകൊണ്ട് ഒരൊറ്റ നിയത്ത് ചെയ്തു, അല്ല എൻ്റെ മോനെ ഞാൻ പള്ളിക്ക് കൊടുത്തേക്കാം, അല്ല എൻ്റെ കുഞ്ഞിനെ പള്ളിക്ക് കൊടുത്തേക്കാം. സത്യത്തിൽ പ്രസവിച്ചപ്പോൾ പെൺകുട്ടിയായിപ്പോയി, പക്ഷെ വാക്ക് പാലിക്കണമല്ലോ. അങ്ങനെയാണ് മറിയം ബീബി റളിയല്ലാഹു തആല അൻഹയെ പള്ളിയിൽ കൊടുത്തത്. ആ പള്ളിയിലെ ഖതീബാണ് മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാം. ആ പള്ളിയുടെ ഇമാമാണ് സക്കരിയ നബി.
ആ സക്കരിയ നബി അലൈഹിസ്സലാമാണ് മറിയമിനെ വളർത്തുന്നത്. ആ സക്കരിയ നബിയാണ് മറിയമിനെ വളർത്തുന്നത്. പടച്ചവനെ ഒരു ദിവസം സക്കരിയ നബി അലൈഹിസ്സലാം പള്ളിയുടെ മിഹ്റാബിലേക്ക് കയറി ചെല്ലുമ്പോ മറിയം എന്ന് പറയുന്ന പെൺകുട്ടി അതാ ഒരു പഴം കഴിച്ചു കൊണ്ടിരിക്കുകയാണ്. മറിയമിന്റെ മുമ്പിൽ പഴമിരിക്കുകയാണ്. ആ പഴത്തിന് രണ്ട് പ്രത്യേകതയാണുള്ളത്. ഒന്ന് സക്കരിയ നബി വാങ്ങിച്ചു കൊടുത്ത പഴമല്ല. രണ്ടാമത്തെ പ്രത്യേകത എന്തെന്നറിയുമോ? ആ രാജ്യത്ത് പോലും കിട്ടാത്ത പഴമാണ് മറിയമിന്റെ മുമ്പിലിരിക്കുന്നത്. പടച്ചവനെ ഓരോ പഴത്തിനും സീസൺ ഉണ്ടോ, ഓരോ പഴങ്ങൾക്കും സീസൺ ഉണ്ടല്ലോ. എന്നാ മറിയമിന്റെ മുമ്പിലിരിക്കുന്ന ആ പഴത്തിന്റെ സീസൺ അല്ലാത്ത സമയത്ത് ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്ത് പോലും കിട്ടാത്ത പഴമാണ് മറിയം കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സക്കരിയ നബി ചോദിക്കുന്നു, മോളെ മറിയമേ, ഇതെവിടെ നിന്നാണ് മറിയമേ, ഇതെവിടെ നിന്നാണ് മറിയമേ? മറിയമെന്ന് പറയുന്ന ചെറിയ പെൺകുട്ടി പറയുന്നു, ഖാലത്തു ഹുവ മിൻ ഇൻദില്ലാ, എനിക്കെന്റെ റബ്ബ് തന്നതാ, എനിക്കെന്റെ റബ്ബ് തന്നതാ. എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, സക്കരിയ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം നിനക്കറിയോ? സക്കരിയ നബിക്ക് പ്രായമായടോ. കല്യാണം കഴിച്ച് കൊല്ലങ്ങളായി മക്കളില്ലാതെ സങ്കടപ്പെട്ടു നടക്കുന്ന പ്രവാചകനാണ് സക്കരിയ നബി. ഒരുപാട് കൊല്ലമായിട്ട് മക്കളില്ലാത്ത നബിയാണ്. വല്ലാത്ത സങ്കടമാണ്. ആ സക്കരിയ നബി അലൈഹിസ്സലാം ചിന്തിക്കുകയാണ്, പടച്ചവനെ സീസൺ അല്ലാത്ത സമയത്ത് പഴം കൊടുക്കാൻ അല്ലാഹുവിന് കഴിയുമെങ്കിൽ പടച്ച റബ്ബേ. സക്കരിയ നബി അല്ലാഹുവിന്റെ മുമ്പിലേക്ക് തന്റെ കരങ്ങൾ ഉയർത്തുകയാണ്. 100 വയസ്സ് കഴിഞ്ഞ ചെറുപ്പക്കാരാ, എന്റെ ചെറുപ്പക്കാരോട് പറയുന്നു, സക്കരിയ നബിയുടെ പ്രായം 100 120 വയസ്സായെന്നൊക്കെ പറയുകയാ. എന്തായാലും സക്കരിയ നബിക്ക് പ്രായമായി. ആ പ്രായം ചെന്ന് നബി അല്ലാഹുവിനോട് പറയുന്നു, അല്ലാ ഖാല റബ്ബി ഇന്നി വഹനൽ അദ്മു മിന്നി വസഅല റഅസു ശൈബാ വലൻ അഖും ബിദുആഇക റബ്ബി ശഖിയാ. സക്കരിയ നബി പടച്ചവനോട് പറയുന്നു, എനിക്ക് പ്രായമായി റബ്ബേ, രോഗങ്ങളുണ്ട് റബ്ബേ, എന്റെ എല്ലാ തൊലിയും തന്നിൽ വേർതിരിഞ്ഞിരിക്കുന്ന പടച്ചവര്. അല്ലാഹുവേ, എനിക്ക് മക്കളില്ല അല്ലാ, വല്ലാത്ത സങ്കടത്തിലാണ് റബ്ബേ, എനിക്ക് പ്രായമായി റബ്ബേ. വകാനത് ഇംറഅതി ആകിറാ, എന്റെ ഭാര്യ പ്രസവിക്കാത്തവളാണ് റബ്ബേ, അവളും പ്രായമായി പടച്ചവര്. സക്കരിയ നബി പടച്ചവനോട് പറയുന്നു, എന്റെ ഭാര്യ പ്രസവിക്കാത്തവളാണ്, അവൾക്ക് പ്രായമായി പടച്ചവന്, അവൾക്കും ഒരുപാട് തടസ്സങ്ങളുണ്ട് തമ്പുരാന്. പ്രായമായ മക്കളുണ്ടാകില്ല എന്ന് പറഞ്ഞ് സങ്കടപ്പെടുന്ന സഹോദരാ, മോനെ 50 വയസ്സ് കഴിഞ്ഞാൽ 50 60 വയസ്സായാൽ ഒരു പെണ്ണിന്റെ മെൻസസ് പോലും നിലച്ചു പോകുമല്ലോ. നിലച്ചവള് പിന്നെ എങ്ങനെയാ പ്രസവിക്കുന്നത്? സക്കരിയ നബിയുടെ ഭാര്യയുടെ പ്രായം ഒരുപാട് വയസ്സായി മോനെ. ആ പ്രായം ചെന്ന ഭാര്യയെ കുറിച്ച് അല്ലാഹുവിനോട് പറയുകയാണ്, വകാനത് ഇംറഅതി ആകിറാ, നാദാ ഞങ്ങൾക്ക് 2 പേർക്കും വയസ്സായി റബ്ബേ, ഒരുപാട് പ്രയാസങ്ങളുണ്ട് റബ്ബേ, ഒരുപാട് തടസ്സങ്ങളുണ്ട് റബ്ബേ. അല്ലാ നിനക്ക് കഴിയുമല്ലാ. ഇത് ഖുർആൻ പറഞ്ഞ ദുആയാ ചെറുപ്പക്കാരാ. സക്കരിയ നബി അല്ലാഹുവിനോട് പറയുന്ന, പടച്ചവനെ കാര്യം ഇങ്ങനെയൊക്കെയാണെങ്കിലും നിനക്ക് കഴിവുണ്ട് റബ്ബേ. റബ്ബി ഹബിലി മിനസ് സ്വാലിഹീൻ, റബ്ബിനോട് ദുആ ചെയ്യണം ചെറുപ്പക്കാരാ. സ്വാലിഹായ മക്കളുണ്ടാകാൻ ദുആ ചെയ്യണം. സക്കരിയ നബി റബ്ബിനോട് പറയുന്നു, എനിക്കൊരു മോനെ വേണം തമ്പുരാന്, എനിക്കൊരു മോനെ വേണം തമ്പുരാന്. അല്ലാഹുവിന്റെ മുമ്പിൽ 120 വയസ്സുള്ള ഒരു പ്രവാചകന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പ്രായം ചെന്ന പ്രവാചകന് അല്ലാഹുവിനോട് പറയുന്നു, എനിക്കൊരു മകനെ വേണം തമ്പുരാന്. പ്രതീക്ഷ നോക്കടോ, പ്രതീക്ഷ നോക്കടോ. അല്ലാഹു സുബ്ഹാനഹു വ തആല സക്കരിയ നബി അലൈഹിസ്സലാമിന് യഹ്യ എന്ന് പറയുന്ന ഒരു പൊന്നുമോനെ കൊടുത്തില്ലേ?
യഹ്യ എന്ന് പറയുന്ന ഒരു മകനെ കൊടുത്തില്ലേ? വീട്ടിൽ ചെന്നിട്ട് തന്റെ പ്രിയപ്പെട്ടവളോട് പറയുന്ന പെണ്ണ്, നീ പ്രസവിക്കും പെണ്ണ്, നിനക്കൊരാൺകുഞ്ഞ് ജനിക്കും പെണ്ണ്, നമ്മുടെ പൊന്നുമോന്റെ പേര് യഹ്യ എന്നാണെന്ന് പറഞ്ഞു കൊടുക്കുമ്പോ വയത് കേൾക്കാമെന്നവരോട് പറയുകയാണ്, ദുആ ചെയ്യണേ, ദുആ ചെയ്യണേ. പ്രവാചകന്മാർ അല്ലാഹുവിനോട് ദുആ ചെയ്തല്ലോ. ഇബ്രാഹിം നബി ദുആ ചെയ്തു, റബ്ബി ഹബിലി മിനസ് സ്വാലിഹീൻ. അവിടെന്ന് ദുആ ചെയ്തിട്ടോ, ദുആ ചെയ്തിട്ട് കിട്ടുന്ന മക്കള് തലതിരിഞ്ഞു പോകാറില്ല. ദുആ ചെയ്തിട്ട് കിട്ടുന്ന മക്കള് അവിടെന്ന് തലതിരിഞ്ഞു പോകാറില്ല. പടച്ച റബ്ബേ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടെന്ന് ദുആ ചെയ്തപ്പോ ഹാജറ ബീവിയിലൂടെ ഇസ്മായിൽ എന്ന് പറയുന്ന പൊന്നുമോനെ അല്ലാഹു കൊടുത്തല്ലോ. ഇബ്രാഹിം നബിയുടെ പൊന്നാര മകനായ ഇസ്മായിൽ നബിയുടെ ചരിത്രം കേട്ടാ ഏത് മനുഷ്യനും കൊതിക്കും, പടച്ചവനെ എന്റെ മകൻ അങ്ങനെയായിരുന്നെങ്കിൽ, എനിക്കതുപോലെ ഒരു മകനെ കിട്ടിയിരുന്നെങ്കിൽ എന്ന് കൊതിച്ചു പോകുമടോ. ഇസ്മായിൽ നബിയുടെ ചരിത്രം കേട്ടാൽ അതാ സക്കരിയ നബി വയസ്സാകാലത്ത് ദുആ ചെയ്തിട്ട് അല്ലാഹു കൊടുത്ത യഹ്യ എന്ന് പറയുന്ന പൊന്നുമോന്റെ ചരിത്രം കരയാതെ വായിച്ചു തീർക്കാൻ കഴിയില്ല. അല്ലാഹുവേ, ദുആ ചെയ്തിട്ട് കിട്ടിയ മകനാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്ന ഒരു മടിയും വേണ്ട. റബ്ബിനോട് എന്ത് വേണമെങ്കിലും ചോദിച്ചോ, അല്ലാഹു ഉത്തരം നൽകുന്നവനാണ്. ഉസ്താദന്മാരെ കാണുമ്പോ, തങ്ങന്മാരെ കാണുമ്പോ ഒന്ന് ദുആ ചെയ്യണേ എന്ന് പറയുന്നവരുണ്ടോ? അങ്ങനെ പറയണം സഹോദരാ, അങ്ങനെ പറയണം സഹോദരാ. എന്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളോട് ഞാൻ പറയുകയാ, ആരെ കണ്ടാലും പറയണേ, ദുആ ചെയ്യണേ. ആരെ കണ്ടാലും പടച്ചവനെ നിനക്ക് നഷ്ടപ്പെടാനൊന്നുമില്ലടോ. നീ പറയുന്നത് ചെറിയ ഒരു വാക്കാണ്, പക്ഷേ അതുകൊണ്ട് നിനക്ക് പ്രയോജനം വലുതാണ്. എല്ലാവരോടും പറയണം, ദുആ ചെയ്യണം. എല്ലാവരോടും ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്യണം. കാരണം എന്തെന്നറിയുമോ? ആരുടെ ദുആ എപ്പോഴാണ് സ്വീകരിക്കുന്നതെന്നറിയില്ല. പറയുന്നവന് വലുപ്പമില്ലെങ്കിലും, നീ പറയുന്ന ആള് സാധാരണ ഒരാളാണെങ്കിലും, പടച്ചവരെ ചോദിക്കുന്ന സമയം നല്ലതാണെങ്കിൽ, ചോദിക്കുന്ന സ്ഥലം നല്ലതാണെങ്കിൽ അത് ഉത്തരം കിട്ടാൻ വല്ലാത്ത കാരണമാണ്. അതുകൊണ്ട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്യണേ. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ അതാ പടച്ച റബ്ബേ സ്വഹാബികളും മക്കളുമായി കടന്നു വരുമായിരുന്നു. നബി തങ്ങളുടെ മുമ്പിൽ വന്നിട്ട് ദുആ ചെയ്യാ പറയുമായിരുന്നു. മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു, അനസ് ഇബ്നു മാലിക് തങ്ങളുടെ ചരിത്രം അറിയുമോ? ഉമ്മ നബി തങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നു. അനസ് ഇബ്നു മാലിക് എന്ന് പറയുന്ന പൊന്നാര മകനുമായി മുത്തി നബിയുടെ മുമ്പിൽ വന്നിട്ട് പറയുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, എന്റെ പൊന്നുമോന് വേണ്ടി ഒന്ന് ദുആ ചെയ്യണേ നബിയേ, എന്റെ അനസിന് വേണ്ടി ഒന്ന് ദുആ ചെയ്യണേ നബിയേ. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹുവിന് വേണ്ടി അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് ദുആ ചെയ്യുകയാണ്. അല്ലാഹുവേ, ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാഹ്. കണ്ണിന് കുളിർമയുള്ള സന്താനങ്ങളെ കൊടുക്കണേ അല്ലാഹ്. സ്വർഗം കൊടുക്കണേ അല്ലാഹ്. നബിതങ്ങൾ അവിടുന്ന് ദുആ ചെയ്യുകയാണ്. 3 കാര്യങ്ങളാണ് നബിതങ്ങൾ ദുആ ചെയ്തത്. 1 ആയുസ്സിന് വേണ്ടിയാണ്, 2 സ്വാലിഹായ സന്താനങ്ങൾക്ക് വേണ്ടിയാണ്, 3 സ്വർഗം കിട്ടാനാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രമെടുത്ത് വായിച്ചു നോക്കടോ. 103 വയസ്സ് വരെ ജീവിച്ച സ്വഹാബിയാ, 103 വയസ്സ് വരെ ജീവിച്ചു. കാരണം നബിതങ്ങൾ ആയുസ്സിന് വേണ്ടി എവിടെന്ന് ദുആ ചെയ്തല്ലോ. രണ്ടാമതായി സ്വാലിഹായ സന്താനങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്തല്ലോ. മക്കളും കൊച്ചുമക്കളുമായിട്ട് 106 മക്കളാണ് അനസ് ഇബ്നു മാലിക് തങ്ങൾക്ക് ഉണ്ടായിരുന്നത്. നബി തങ്ങളുടെ സ്വാലിഹായ മക്കളെ കിട്ടാ ദുആ ചെയ്തല്ലോ. മക്കളിൽ ബറക്കത്തിന് വേണ്ടി ദുആ ചെയ്തപ്പോ മക്കളും കൊച്ചുമക്കളുമായി 106ഓളം മക്കളുണ്ടായിരുന്നു
ഉണ്ടായിരുന്നു എന്ന് ചരിത്രം പറയുകയാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ദുആയിക്ക് മടി കാണിക്കരുത്, ദുആയിക്ക് മടി കാണിക്കരുത്. അല്ലാഹുവോട് ചോദിക്കുന്നതിൽ ഒരിക്കലും നാണമുണ്ടാകരുത്. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, മൂന്നാലൊന്ന് അല്ലാഹു തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾ പറയുന്നു, മൂന്നാലൊന്ന് കിട്ടുമടോ. ഒന്നുകിൽ ചോദിച്ചത് അല്ലാഹു നീ എന്താണോ ചോദിച്ചത് അത് തന്നെ റബ്ബ് നിനക്ക് തരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോ, രണ്ട് നീ ചോദിച്ചത് അല്ലാഹു തരൂല, അത് പരലോകത്തേക്ക് മാറ്റിവെക്കുകയാണ്, ആഖിറത്തിലേക്ക് മാറ്റിവെക്കുകയാണ്. പടച്ചവനെ, ഇല്ലെങ്കിലോ ചോദിച്ചത് അല്ലാഹു തരൂല, ആഖിറത്തിലേക്ക് മാറ്റിവെക്കൂല. അതിനു പകരം നിനക്ക് വരാനിരിക്കുന്ന ഒരു ശർറ് അല്ലാഹു തട്ടിക്കളയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുകയാണ്, നിനക്ക് വരാനിരിക്കുന്ന ഒരു ശർറെങ്കിലും അല്ലാഹു മാറ്റിത്തരുമടോ. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ചെയ്ത രണ്ടാമത്തെ വാഗ്ദാനം എന്തെന്നറിയോ? റബ്ബിനോട് ചോദിച്ചാ അല്ലാഹു ഉത്തരം തരുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് പടച്ചവനെ, ദിവസങ്ങളോളം നീണ്ടു നിന്ന ഉറൂസ് മുബാറക് അവസാനിക്കുകയാണ്. ഇന്നത്തോടെ വഅദ് തീരുകയാണ്. പടച്ചവനെ, നാളെ അന്നദാനമാണ്. നാളത്തോടു കൂടി എല്ലാം അവസാനിക്കുമ്പോ എല്ലാവരും ദുആ പ്രതീക്ഷിച്ച് വന്നവരാണ്. നമുക്ക് പടച്ചവനോട് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. ജീവിതത്തിൽ വന്നുപോയ പാപങ്ങൾ പറയണമല്ലോ, ജീവിതത്തിലെ പ്രയാസങ്ങളും ദുരിതങ്ങളും കഷ്ടപ്പാടുകളും സങ്കടങ്ങളും എല്ലാം അല്ലാഹുവിന്റെ മുമ്പിലേക്ക് പറഞ്ഞിട്ട് ദുആ ചെയ്ത് പിരിയണമല്ലോ, തൗബ ചെയ്ത് പിരിയണമല്ലോ. അല്ലാഹുവേ, ദുആയിക്ക് ഇജാബത്ത് നൽകണേ അല്ലാ, ഞങ്ങളുടെ ദുആയിനെ സ്വീകരിക്കണേ അല്ലാ. അൽഹംദുലില്ലാഹ്, എല്ലാവരും ദുആ പ്രതീക്ഷിച്ചു വന്നവരാ. നമുക്ക് അല്ലാഹുവിൻ്റെ മുമ്പിൽ ആത്മാർത്ഥമായി ദുആ ചെയ്തു പിരിയാം. അല്ലാഹു നമ്മുടെ ദുആയ്ക്ക് ഉത്തരം നൽകുമാറാകട്ടെ. ജീവിതത്തിൽ ഒരുപാട് പാപം ഞാനും നിങ്ങളും ചെയ്തതാ. ഉറൂസൊക്കെ നല്ലതാണ്, മഹാന്മാരുടെ ഉറൂസുകളൊക്കെ നല്ലതാ. പക്ഷേ ഉറൂസുകൾ ഒരുപാട് ദിവസം നീണ്ടു നിന്ന ഈ ഉറൂസുകൾ അവസാനിക്കുമ്പോൾ ഇതൊരു വെറും ആഘോഷമായി മാറരുത്. അൽഹംദുലില്ലാഹ്, നമുക്ക് പ്രയോജനമുണ്ടാകണം. അല്ലാഹുവിൻ്റെ മുമ്പിൽ ആത്മാർത്ഥമായി ദുആ ചെയ്തു പിരിയണം. അല്ലാഹു നമ്മുടെ ദുആയ്ക്ക് ഇജാബത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ പാപങ്ങളൊക്കെ അല്ലാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ്, നമുക്ക് തൗബ ചെയ്തിട്ട് പിരിഞ്ഞൂടെ? ഒന്ന് തൗബ ചെയ്തൂടെ? വിളിച്ചോട്ടെ, ഒന്ന് തൗബ ചെയ്തൂടെ? എന്താ നിങ്ങൾ ഇങ്ങനെ ഇരിക്കണം? തൗബ ചെയ്തൂടെ? ഒന്ന് കൈവക്കിക്കേ. തൗബ ചെയ്യാൻ മനസ്സുള്ളവർ. എത്ര ദിവസത്തെ വഴുതുണ്ടായിരുന്നു നസ്രൂക്ക? 17 ദിവസം. ഓഹ് പടച്ചോനെ, നാട്ടുകാരെയൊക്കെ സമ്മതിക്കണം. ഓഹ്, ഈ 17 ദിവസം എത്ര അറിവ് കേട്ടു. 17 ഉസ്താദന്മാരുടെ വഴുത് കേട്ടു. ഈ 17 ദിവസം കേട്ടത് തന്നെ ജീവിതകാലം മുഴുവനും ചെയ്യാനുണ്ട്. അല്ലാഹു തരുമാറാകട്ടെ. ഈ 17 ദിവസം കേട്ട വഴുത് ജീവിതകാലം മുഴുവനും ചെയ്യാനുണ്ട്. ഏതെങ്കിലും ഒരാളുടെ ചെയ്താൽ മതിയായിരുന്നു. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അപ്പോൾ ദുആ ചെയ്തൂടെ? ദുആ ചെയ്തൂടെ? അതുകൊണ്ട് നമുക്ക് അല്ലാഹുവിനോട് പറയാനുള്ളതൊക്കെ പറയാം. നമുക്ക് തൗബ ചെയ്യാം. അതാണല്ലോ, പാപം ചെയ്യാത്ത ആരുമില്ലടോ. കുല്ലു ബനി ആദമ ഖത്താഉൻ വഖൈറുൽ ഖത്താഇന തവ്വാബുൻ. ആദമിൻ്റെ മക്കൾ മുഴുവനും തെറ്റ് ചെയ്യുന്നവരാ. നമ്മളാരും മലക്കുകളൊന്നുമല്ല. ഞാനും ചെയ്യും, നിങ്ങളും ചെയ്യും. എല്ലാവരും തെറ്റ് ചെയ്യുന്നവരാ. പക്ഷെ തെറ്റ് ചെയ്യുന്നവരിൽ ഏറ്റവും നല്ലവനാരാ? ആ ചെയ്തത് റബ്ബിനോട് ഏറ്റുപറയുന്നവനാ. അല്ലാഹു ആ ഏറ്റുപറയുന്നവർ നമ്മളെ പെടുത്തുമാറാകട്ടെ. അപ്പോൾ തൗബ ചെയ്തൂടെ? തൗബ ചെയ്തൂടെ? ഈ തൗബ എന്ന് പറഞ്ഞാൽ എന്താ? തൗബ എന്ന് പറഞ്ഞാൽ എന്താ? 27-ാം രാവിൻ്റെ അന്ന് കുളിച്ചൊരുങ്ങി പോകുന്നു. എവിടെ പോവാടാ? തൗബ വാങ്ങാൻ പോവാ. അതല്ല തൗബ. തൗബയെന്ന് പറഞ്ഞാൽ എന്താ? ചുമ്മാതെ ഒന്നും ചോദിച്ചാൽ റബ്ബ് തരൂല്ല കാക്ക. ചുമ്മാതെ ഒന്നും കടന്നു ചോദിച്ചിട്ട് കാര്യമില്ല. ചോദിക്കേണ്ട രീതിയിൽ അള്ളാഹിനോട് ചോദിക്കണം. അത് ഒരു വാക്കാണെങ്കിലും ഒരു മണിക്കൂറത്തെ ദുആയാണെങ്കിലും ചോദിക്കേണ്ട രീതിയിൽ ചോദിച്ചാൽ റബ്ബ് നമുക്ക് വേണ്ടതെല്ലാം തരും. അള്ളാഹു നമ്മുടെ പാപങ്ങൾ പുറത്തു തരും. അള്ളാഹു പുറത്തിരുമാറാകട്ടെ. അള്ളാഹു പുറത്തിരുമാറാകട്ടെ. ഞാൻ ഇരുന്നോട്ടെ. ഇപ്പം മൈക്ക് സെറ്റ് ആയിരുന്നു. ഒന്ന് പാടാം. ഇരുന്നോട്ടെ. കസേര മതി. ഇതൊന്ന് മാറ്റും.
എല്ലാവരും എഴുന്നേറ്റപ്പാ, നടത്തിരുന്നേ, നീ കൊറോണ ഒന്നും ഇല്ല, വാ. ചെറിയ കസേര എടുത്ത് ഫ്രണ്ടിലോട്ട് കയറിയിരുന്നേ, മോനെ കസേര എടുത്തിട്ട് വാടാ, പോയി കയറിയിരുന്ന്, എല്ലാവരും കയറിയിരുന്നേ. ഇൻഷാ അല്ലാഹ് അടുത്തടുത്തിരിക്കുക. അൽഹംദുലില്ലാഹ്. പള്ളിയുടെ പരിസരത്തൊക്കെ ഇരിക്കണവർ ഇറങ്ങിക്കോ, പള്ളി അവിടെ തന്നെ ഉണ്ടാകും, എങ്ങും പോകത്തില്ല. അല്ലേ, പുറത്തിരിക്കണ ചങ്ങായിമാരൊക്കെ മക്കളെ വേണമെങ്കിൽ സ്വന്തം കാര്യം നോക്കിക്കോ. നീ അവനവൻ്റെ കാര്യം നോക്ക്. ഇനി ഇവിടെ ഉറൂസ് എത്ര വർഷം കൂടുമ്പോഴാണ് സാർ? 5 വർഷം കഴിഞ്ഞിട്ടേ ഇനി ഉറൂസ് ഉള്ളൂ. ഇന്നത്തോടെ ഇത് സലാം പറഞ്ഞ് പിരിയ. അടുത്ത ഉറൂസിന് നീ പള്ളിക്കുഴിയിലായിരിക്കും, അറിയത്തില്ല. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. ഇരിയണം മുസ്തഫ, യൂസുഫൊക്കെ ഇറങ്ങി നടക്കാം. ലത്തീഫ സുഖമല്ല എനിക്ക്, നീ പിന്നെ പോയൊന്നും ഇല്ലേടെ. എല്ലാവരും കയറിക്കോ, സംഘാടകരുൾപ്പെടെ എല്ലാവരും കയറിക്കോ, എല്ലാം അവിടെ ഇവിടെ നടക്കുക. അള്ളാഹു നമ്മുടെ ദുആയ്ക്ക് ഇജാബത്ത് നൽകുമാറാകട്ടെ. ഇനി 5 കൊല്ലം കഴിഞ്ഞിട്ടേ കിട്ടൂ. 5 കൊല്ലം കഴിഞ്ഞിട്ടേ ഇനി ഉറൂസുള്ളൂ. അൽഹംദുലില്ലാഹ്. ഇരിക്കും, എല്ലാവരും ഇരിക്കും ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. നമുക്ക് ദുആ ചെയ്യാം. ഉറൂസ് മുബാറക്കൊക്കെ നടത്തുന്ന നല്ലതാണ്. പക്ഷേ ഉറൂസ് മുബാറക്ക് നടത്തുമ്പോൾ നമ്മൾ ചെയ്യേണ്ട നിർബന്ധമായിട്ടൊരു കാര്യമുണ്ട്. ഇവിടെ 10-15 ദിവസം വഴുതും വെച്ച് അവസാനം ചോറും തിന്ന് ദുആ ചെയ്ത് പിരിയില്ല മാത്രമല്ല ഉറൂസ് എന്ന് പറയുമ്പോൾ നമുക്കൊരു വലിയ കടമ കൂടെ നമുക്കുണ്ട്. എന്താ കടമയെന്നറിയോ? ഈ വളർന്നു വരുന്ന യുവതലമുറയ്ക്ക് ഈ മഹാന്മാരാരാണെന്നൊന്ന് പറഞ്ഞുകൂടെ കൊടുക്കണം. ഇല്ലെങ്കിൽ ഇതൊന്നും നടത്താൻ ആരും കാണില്ല. ഇന്ന് വളർന്നു വരുന്ന യുവതലമുറയ്ക്ക് അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരാരാണെന്ന് അറിയില്ല. അറിയാത്തത് കൊണ്ടാണ് എഴുന്നള്ളത്തിന് കൊണ്ടുപോകുന്ന ആനയെ മക്കാമിൻ്റെ മുമ്പിൽ കൊണ്ടുവരുന്നത്. പിന്നെ അതിനും മതവളവും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആമീൻ പറയടോ. ഈ ഉറൂസുകളൊക്കെ നടക്കുമ്പോൾ മഹാന്മാരുടെ ഉറൂസിന് എഴുന്നള്ളത്തിന് ആനയെ കൊണ്ടുവരുന്നില്ലേ? അവസാനം അതിനിടവും. കാരണം എന്തേ? കണ്ടിട്ട് സഹിക്കണില്ല. എന്തുകൊണ്ടാ? അവർക്ക് അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരാരാണെന്ന് അറിയുന്നില്ല. അതുകൊണ്ട് ഏറ്റവും നിങ്ങളുടെയൊക്കെ കാലം കഴിഞ്ഞാൽ ഈ ഉറൂസ് നടത്തണം. ആ നടത്തുമ്പോൾ അള്ളാഹുവിൻ്റെ ദീൻ പറയുന്ന രീതിയിൽ നടത്തണമെങ്കിൽ ഈ മക്കൾക്ക് ഇവരാരാണെന്ന് പറഞ്ഞു കൊടുക്കണം. അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരാരാണെന്ന് പഠിച്ചാലേ മനസ്സിലാക്കിയാലേ. നിങ്ങൾക്കറിയോ, അള്ളാഹിൻ്റെ ഔലിയാക്കന്മാരാരാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ആ പടി കയറുമ്പോൾ നമ്മുടെ കയ്യും കാലും വിറയ്ക്കും. സത്യത്തിൽ അള്ളാഹുവിൻ്റെ വലിയ ആരാണെന്നറിഞ്ഞാൽ ഇപ്പം നമുക്കതിനകത്ത് കയറുമ്പോൾ തമാശയെ കളി, അതിനകത്ത് വേണേൽ കയറി ഇന്ന് ഫോൺ വിളിക്കും, അതിനകത്ത് നിന്ന് തമാശ പറയും നമ്മൾ. സത്യം പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരാരാണെന്നറിഞ്ഞാൽ കയ്യും കാലും പറയ്ക്കാനകത്ത് കയറാൻ. അള്ളാഹു മനസ്സിലാക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. മക്കളെ, കളിയും ചിരിയും തമാശയൊന്നുമല്ല, നോക്കി കണ്ടും കളിക്കണം, ആളും തരവും നോക്കി കളിക്കണം. എനിക്കെല്ലാവരോടും അതേ പറയാനുള്ളൂ. കളിയും തമാശയൊക്കെ അങ്ങ് മാറും. പഠിച്ച് വിദ്യാഭ്യാസമൊക്കെ കൂടുമ്പോൾ ഫേസ്ബുക്കിലൊക്കെ കയറി എവനെങ്കിലും എഴുതി വെച്ച പുസ്തകമൊക്കെ വായിക്കുമ്പോൾ നിനക്കിത്തിരി അറിവ് കൂടിയെന്ന് തോന്നും. ആളും തരവും നോക്കി കളിക്കണേ മക്കളെ, ഇല്ലെങ്കിൽ ആക്കിബത്ത് മോശമായി പോകും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് അൽഹംദുലില്ലാഹ്, ഇതൊക്കെ ലൈവായതുകൊണ്ട് പേടിയാടോ. ഇന്നലെ കണ്ടോ ഞങ്ങളുടെ നാട്ടുകാരൊരു ഉസ്താദ് ഇവിടെ വന്നിട്ട് മണലിന് വേണ്ടി ദുആ ചെയ്ത. എന്താ അവസ്ഥ? ലൈവ് കൊണ്ട് അങ്ങനെ ഉപകാരങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ നാട്ടുകാരനാണ് അബൂബക്കർ ഉസ്താദ്. ഇവിടെ വന്നിട്ടെങ്ങാണ്ട പോലീസ് പിടിക്കില്ലെന്നെങ്ങാണ്ട പറഞ്ഞപ്പോൾ അതിന് കേസ് കൊടുത്തെന്ന് പറയുന്നേട്ട്. ഒരുത്തൻ കയറിയിട്ട് ഉത്സവമാണെന്നാ പറഞ്ഞ്. എടാ ചങ്ങായി, ചുമ്മാതല്ല അതാ പറഞ്ഞത്. നമ്മൾ തന്നെ കളിയാക്കാൻ കാത്തിരിക്കുക. ക്ലിപ്പ് എവിടെ വെട്ടാൻ പറ്റും അവിടെ വെട്ടും. ചിലപ്പോൾ ഇതും വെട്ടിക്കളയും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഉമ്മത്തിൻ്റെ അവസ്ഥ പോട്ടെ. അള്ളാഹു ഔലിയാക്കന്മാരെ മനസ്സിലാക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു മനസ്സിലാക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അതുകൊണ്ട് മക്കളെ, അതിനകത്ത് കയറുമ്പോൾ ഒന്ന് പേടിക്കണം കേട്ടോ. ആ മക്കാമിനകത്തോട്ട് കയറുമ്പോൾ എത്ര സൂക്ഷിക്കണമെന്നറിയോ? നിന്റെ വാപ്പാടെ കബറും കാട്ടി പോകുമ്പോൾ തന്നെ നീ എത്ര പേടിക്കണം. എടാ, സാധാരണ ഒരു മനുഷ്യൻ്റെ കബറിൻ്റെ അടുക്ക പോകുമ്പോൾ പോലെ എത്ര പേടിക്കണം. നിബിധങ്ങൾ പറഞ്ഞത്, സ്മാരതങ്ങളിലൊക്കെ ചരിത്രം വായിച്ചു നോക്കണം. മക്കളെ, കബറിനെ കുറിച്ച് പറഞ്ഞാൽ കരയണമെന്ന് പറഞ്ഞേ. കബറിനെ കുറിച്ച് പറഞ്ഞാൽ തന്നെ പേടിക്കണം. കബറ് കണ്ടാൽ കരയണം. ഔലിയാഇൻ്റെ കബറല്ല, നിന്റെ വാപ്പാടെ കബറ്. എടാ, നിന്റെ വാപ്പാടെ കബറിനെ കുറിച്ച്, സാധാരണ ഒരു മനുഷ്യൻ്റെ കബറിനെ കുറിച്ച് പറഞ്ഞാൽ തന്നെ പേടിക്കണം. കബറ് കണ്ടാൽ കരയണമെന്നാ. പിന്നല്ലേ വലിയ അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ആയത്തിൻ്റെ അർത്ഥം പോയിട്ട് പഠിക്കും മക്കളെ. അപ്പം നിനക്ക് മനസ്സിലാകും ഔലിയ ആരാണെന്ന്. അള്ളാഹു മനസ്സിലാക്കി തരുമാറാകട്ടെ. അള്ളാഹു അവരുടെ പൊരുത്തം നൽകുമാറാകട്ടെ. അള്ളാഹു അവരുടെ പൊരുത്തം നൽകുമാറാകട്ടെ. ആമീൻ പറ. അള്ളാഹു മനസ്സിലാക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അതുകൊണ്ട് ഓരോ ഉറൂസ് കഴിയുമ്പോഴും ഒരു 10 പേർക്കെങ്കിലും അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരാരാണെന്ന് പറഞ്ഞു കൊടുക്കണം. എങ്കിലേ ആ 10 പേർക്ക് അവർക്ക് നാളെ നല്ല രീതിയിൽ ഇതൊക്കെ നടത്താനുള്ള മനസ്സും അവർക്കുള്ള അവസരം ഉണ്ടാകത്തുള്ളൂ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എന്നോട് പറഞ്ഞു, ഉസ്താദേ അസറവൊക്കെ വലിയ ബേജാറാ ഉസ്താദേ, എളുപ്പം പാ നിങ്ങളില്ല എന്ന് പറഞ്ഞിട്ട്. ഓരോരുത്തരെയും ഇവിടെ വഴുതു പറയേണ്ട ഓരോ ആളെയും അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ട്.
ആ മഹാന്മാരുടെ പൊരുത്തം ഉണ്ടെങ്കിൽ ഇവിടെ വരാൻ പറ്റൂ. ആ മക്കാമി കിടക്കുന്ന വലിയൻ്റെ പൊരുത്തം ഉണ്ടെങ്കിൽ മാത്രമേ ഒരാൾക്ക് ഇവിടെ കയറി നിന്ന് പ്രസംഗിക്കാൻ പറ്റൂ. അവരുടെ പൊരുത്തം കൂടെ വേണം, അവരുടെ ഒരു ബന്ധം കൂടെ വേണം. അള്ളാഹു അത് എന്നും നൽകുമാറാകട്ടെ. എനിക്കൊരു ഭാഗ്യമാണ്. നമ്മളിപ്പോൾ ഉള്ളാൾ, എനിക്ക് ഇത് കഴിഞ്ഞാൽ നാളെ കഴിഞ്ഞ് മറ്റന്നാൾ ഉള്ളാളം മക്കാം ഉറൂസ. ഇൻഷാ അള്ളാഹ് എല്ലാവരും വരണം. അള്ളാഹു പങ്കെടുക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. സയ്യിദ് മദനി ഉപ്പാടെ ഉറൂസാണല്ലോ, എല്ലാവരും വരണം കേട്ടോ. ഇൻഷാ അള്ളാഹ് നല്ല വിഷയം, അൽഹംദുലില്ലാ, മനോഹരമായൊരു വിഷയം. ഇൻഷാ അള്ളാഹ് ഞാൻ നാളെ കഴിഞ്ഞ് മറ്റന്നാൾ തിങ്കളാഴ്ച രാത്രി ഇൻഷാ അള്ളാഹ്, ഇവിടെ എല്ലാം കഴിഞ്ഞല്ലോ, അങ്ങോട്ട് വരി, നമുക്കവിടെ കൂടാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അപ്പോൾ നമുക്ക് തൗബ ചെയ്യാം. അള്ളാഹു തൗബ ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ. എങ്ങനെയാ തൗബ ചെയ്യണ്ടേ? എങ്ങനെയാ തൗബ ചെയ്യണ്ടേ? നമ്മുടെ തൗബ ഇവിടെ പണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല രാത്രി ഇങ്ങനെ ഇറങ്ങി നടന്നു വരിക. ഈ ചങ്ങാതി രാത്രി ഇങ്ങനെ ഇറങ്ങി നടക്കും. അപ്പം ഇങ്ങനെ നോക്കുമ്പോൾ ഒരാൾ അവിടെ ഇങ്ങോട്ട് വരുന്നുണ്ട്. രണ്ടുപേരും മുഖാമുഖം കണ്ടു. നമുക്ക് ബോറടിക്കണുണ്ടോ? നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വാച്ച് നോക്കുന്നു, അതുകൊണ്ടാണ്. ആ വാച്ച് നോക്കിയ മനുഷ്യൻ്റെ അവസാന സമയം അള്ളാഹു നന്നാക്കി കൊടുക്കുമാറാട്ടെ. ഓൻ എന്തോ തിരക്കൊണ്ടെന്ന് വാച്ചിൽ നോക്കണം. സിറാജ 1 മണി ആയടാ, നിർത്തടാന്നാ അതിനർത്ഥം. ബോറടിക്കുന്നില്ലല്ലോ, ഇല്ലല്ലോ. നിങ്ങൾ രാത്രി ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരാൾ അവിടെ നിന്നിട്ട് വരുന്നുണ്ട്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടു. ഇനി ഓടാനൊന്നും പറ്റൂല. അതാണ് ഒരു മനുഷ്യൻ്റെ ഇഖ്ലാസ് ഇല്ലാതെ ഏത് കാര്യം ചെയ്തിട്ടും കാര്യമില്ലടോ. ഓനവിടെ നിങ്ങൾ അയാളുടെ പേടി എന്താണെന്നറിയാം? കയ്യിൽ 2 കുപ്പി കള്ളിരിക്കുന്നുണ്ട്. കയ്യിൽ 2 കുപ്പി കള്ളിരിക്കുന്നുണ്ട്. ഖലീഫ ഉമറ എതിരെ വരണേ. ആ ചങ്ങാതി എന്ന് പറഞ്ഞാൽ ഒരു കരുണ കാണിക്കാത്ത ചങ്ങാതി. ഇയാളുടെ കയ്യും കാലും വിറയ്ക്കാൻ തുടങ്ങി. അയാളുടെ വിഷമം എന്ന് പറയുന്നത് അയാൾ നല്ല ആളാണെന്നാണ് ഉമർതങ്ങൾ അയാൾ കരുതി. ഉമർതങ്ങൾ വിചാരിക്കണം അയാൾ നല്ല ആളാണെന്നാണ്. അപ്പോൾ കള്ളുവായിട്ട് വരുന്ന മനുഷ്യൻ്റെ മനസ്സിലൊരു സങ്കടം, കണ്ണങ്ങട്ട് അടച്ചു പിടിച്ചു. എന്നിട്ട് അള്ളാഹിനോട് പറഞ്ഞു, പടച്ചോനെ, ഞാൻ ചെയ്തത് പാപം അല്ല, തെറ്റാ അല്ല, ഞാൻ സമ്മതിച്ചു. എന്നെ ഇന്ന് ഉമറിൻ്റെ മുമ്പിൽ നിന്ന് നീ രക്ഷപ്പെടുത്തിയ മരിക്കണ കാലം വരെ ഞാൻ കൈകൊണ്ട് പോലും കള്ളു തൊടൂല. ഒരൊറ്റ പറച്ചൽ. അല്ല, ഇന്ന് നീ എന്നെ രക്ഷപ്പെടുത്തിയ മരിക്കണത് വരെ ഞാൻ തൊടൂല. ഞാൻ ചെയ്തത് തെറ്റാ അല്ല. പറഞ്ഞു തീരുന്നത് ഉമർ നിങ്ങൾ വെച്ചു, ഹബീബേ എവിടെ പോയിട്ട് വരികയെന്ന്. എവിടെ പോയിട്ട് വരിക? എന്താ കയ്യിലിരിക്കണേ? ആ മനുഷ്യൻ്റെ കയ്യിലിരിക്കുന്നത് കള്ള. അദ്ദേഹം പറഞ്ഞു ഇത് സുറുക്കയാണെന്ന്. മൃതങ്ങൾക്ക് കുപ്പി കണ്ടപ്പോൾ ഒരു സംശയം, ഇങ്ങോട്ട് താന്ന് പറഞ്ഞു. തുറന്നു നോക്കിയപ്പോൾ ആ കള്ള് സുറുക്കയായി മാറി. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ആ പറഞ്ഞ ഒരു വാക്കുണ്ടല്ലോ, അതാണ് ഇഖ്ലാസ്. ആ പറഞ്ഞ ഒരു വാക്ക്, അല്ലാ ഞാൻ ചെയ്തത് തെറ്റാ, സമ്മതിച്ചു, ഇനി ചെയ്യില്ല, എന്നെ നീ രക്ഷപ്പെടുത്തണം. നിമിഷ നേരം കൊണ്ട് കള്ള് സുറുക്കയായി മാറി. നമുക്ക് വേണ്ടത് ഇഖ്ലാസാടോ? പണ്ട് പള്ളിയിലെ ഒരു ഉസ്താദ് വെള്ളിയാഴ്ച പ്രസംഗിച്ചു. എന്താ പ്രസംഗിച്ചേ? ഏത് കാര്യം, ഏത് സാഹചര്യത്തിലും അള്ളാഹുവിനോട് ഒരാൾ സഹായം ചോദിച്ചാൽ അള്ളാഹു സഹായിക്കും. ഉസ്താദിന്റെ ജുമാ പ്രസംഗം എന്താ? ഏത് പ്രതിസന്ധിയുടെ ഘട്ടത്തിലും ഒരാൾ അള്ളാഹുവിൻ്റെ അടുക്കൽ സഹായം ചോദിച്ചാൽ റബ്ബ് ഒരിക്കലും കൈവിടില്ല, റബ്ബ് സഹായിക്കും. ഇതായിരുന്നു അന്നത്തെ വഅദ്. അന്ന് രാത്രി ഒരു കള്ളം മോഷ്ടിക്കാൻ പോയി. മോഷണം എല്ലാം കഴിഞ്ഞ് ഇറങ്ങുമ്പോഴത്തേക്ക് നാട്ടുകാരെല്ലാം കണ്ടു. ഇയാളെ പിടിക്കാൻ വേണ്ടി ഓടി. ഇയാൾ മോഷ്ടിക്കാൻ പോയപ്പോൾ പിടിച്ചു. എല്ലാവരും വീട്ടുകാരുണന്നു, നാട്ടുകാരുണന്നു, ഇയാളെ പിടിക്കാൻ വേണ്ടി ഓടുക. ഇയാൾ ജീവനും കൊണ്ട് ഓടുക. അങ്ങനെ ഓടി ഒരു വലിയ ഒഴുകുന്ന പുഴയുടെ മുമ്പിൽ വന്നു. മുമ്പിൽ പുഴയാണ്, പുറകിൽ ജനങ്ങൾ മുഴുവനും തല്ലിക്കൊല്ലാൻ വരിക. അവിടെ നിന്നപ്പോഴാണ് ജുമയ്ക്ക് ഉസ്താദിൻ്റെ പ്രസംഗം ഓർമ്മ വന്നത്. ഏത് പ്രതിസന്ധിയിലും അള്ളാഹുവിനോട് സഹായം ചോദിച്ചാൽ അള്ളാഹ് സഹായിക്കും. ഈ മനുഷ്യൻ പറഞ്ഞു, പടച്ചവനെ, ഞാൻ കള്ളന അല്ല, ചെയ്തത് പാവ അല്ല, ഇന്ന് എന്നെ നീ രക്ഷപ്പെടുത്തണം. ഇനി ഒരു കാലത്ത് ഞാൻ ഈ പണി ചെയ്യൂല. അല്ലാ, ഇന്ന് ഞാൻ നിർത്തി, ഇന്ന് എന്നെ നീ രക്ഷപ്പെടുത്തണം, ഞാൻ വെള്ളത്തിലിറങ്ങാൻ നീ എന്നെ സഹായിക്കണം, ഇനി ഒരു കാലത്ത് ഞാൻ ചെയ്യൂല എന്ന് പറഞ്ഞിട്ട് ഈ മനുഷ്യൻ കണ്ണു അടച്ചിട്ട് വെള്ളത്തിലോട്ട് ഇറങ്ങി. റോഡിൽ കൂടെ നടന്നു പോകുന്ന പോലെ വെള്ളത്തിൻ്റെ മുകളിലൂടെ നടന്നങ്ങ് പോയി. ഇയാൾക്ക് വല്ലാത്ത അത്ഭുതം. അദ്ദേഹം പിറ്റേ ദിവസം ഖതീബിൻ്റെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, ഉസ്താദെ, നിങ്ങൾ പറഞ്ഞത് ശരിയാ. ഞാൻ ഇന്നലെ ഒരു മോഷണം നടത്തിയിട്ട് അവസാനം ഞാൻ പുഴയുടെ മുമ്പിൽ ചെന്നിട്ട് ഞാൻ നിങ്ങൾ പറഞ്ഞത് ഓർമ്മ വന്നിട്ട് ഞാൻ അള്ളാഹിനോട് സഹായം ചോദിച്ചു. എന്നിട്ട് ഞാൻ നടന്നു, വെള്ളത്തിൻ്റെ മുകളിലൂടെ നടന്നുപോയി. ഉസ്താദിന് ഇത് കേട്ടപ്പോൾ സമാധാനം ഇല്ലടോ. ഒരു കള്ളം നടന്നില്ലേ? ഉസ്താദ് അന്ന് രാത്രി ആരും അറിയാതെ പുഴയുടെ ചാരത്ത് ചെന്നു. എന്നിട്ട് പറഞ്ഞു, പടച്ചവനെ, ഞാനും ഇറങ്ങാം, അല്ലാ രക്ഷപ്പെടുത്തണേ, അല്ലാ കാല് വെച്ചതേ ഓർമ്മയുള്ളൂ, അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്ത് മനസ്സിലായി?
എന്ത് മനസ്സിലായി? മനസ്സിലാകേണ്ടവർക്ക് മനസ്സിലായി. അള്ളാഹു മനസ്സിലാക്കി തരുമാറാകട്ടെ. അതുകൊണ്ട് ചുമ്മാതെ കടന്ന് നിലവിളിച്ചിട്ടൊന്നും കാര്യമില്ല. ഒരു മണിക്കൂർ നീണ്ടു നിന്നിട്ട് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്തിട്ട് കാര്യമില്ല. പറയേണ്ടതൊരു അസ്തഗ്ഫിറുള്ള മതി. പറയേണ്ട രീതിയിൽ പറഞ്ഞാൽ അള്ളാഹു നമ്മുടെ പാപം പുറത്തു തരും. അള്ളാഹു പുറത്തു തരുമാറാകട്ടെ. അള്ളാഹു പുറത്തു തരുമാറാകട്ടെ.